യേശുവെ പോലെ ആകുവാൻ. ബി ലൈക്ക് ജീസസ്. വീക്കിലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. മക്കളുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് എല്ലാവരും ആകുലരാണ്. കൂടുതലും അമ്മമാരാണ് അതിനായി വ്യാകുലപ്പെടുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഒരമ്മ തൻ്റെ മക്കളെപ്പറ്റി വളരെയധികം ആഗ്രഹിച്ച് ചിന്തിച്ച് യേശുവിനോട് ഒരു കാര്യം ചോദിച്ചു. എൻ്റെ മക്കളിൽ ഒരുവൻ നിന്റെ വലത്തും ഒരുവൻ നിന്റെ ഇടത്തും ഇരിക്കാൻ അരുളേണമേ എന്ന്. യേശു ചോദിച്ചു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിപ്പാൻ കഴിയുമോ? അവർ പറഞ്ഞു, കഴിയും. ഈ പറഞ്ഞത് ആരെന്നോ? യോഹന്നാനും യാക്കോബും, സെബദിയുടെ മക്കൾ. യേശുവിൻ്റെ 3 പ്രിയ ശിഷ്യന്മാരിൽ പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 പേർ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം തുടങ്ങുന്നത് യാക്കോബിന് എന്തു സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു എന്ന് എഴുതിയിരിക്കുന്നു. മത്തായി 20-ൽ മക്കളുടെ ഭാവി അറിയാൻ വന്ന ഒരു അമ്മയുടെ ഒരു മകന്റെ ഭാവിയാണ് നാം ഇപ്പോൾ കണ്ടത്. യേശു അന്നേ പ്രവചിച്ചിരുന്നു അവരിൽ ഒരുവന്റെ ഭാവി. താൻ കുടിച്ച പാനപാത്രം പോലെ, കഷ്ടത പോലെ ഒരു മരണം ഉണ്ടാകുമെന്ന്. അന്ന് അതിൻ്റെ തീവ്രത ആ അമ്മയ്ക്ക് മനസ്സിലായി കാണണമെന്നില്ല. ഇന്ന് നമ്മുടെ തലമുറയെപ്പറ്റി നാം ചിന്തിക്കുന്നത് അവർ പഠിച്ച് മിടുക്കരായി ലോകത്തിൻ്റെ ഉയർന്ന കസേരകളിൽ ഇരിക്കണമെന്നാണ്. അന്ന് ആ അമ്മ ചിന്തിച്ചത് ദൈവരാജ്യത്തിൽ ക്രിസ്തുവിൻ്റെ വലത്തും ഇടത്തും ഇരിക്കണം എന്നാകും. പ്രിയ മാതാക്കളെ, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണ്ട എന്നല്ല, അവർ എത്ര ഉയരത്തിലെത്തിയാലും ദൈവത്തോട് ചേർന്നിരിക്കണം എന്നാകണം നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും. അപ്പോസ്തലന്മാർ 2 പേരുടെ മരണത്തെ പറ്റിയേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നുള്ളൂ. 1-ാം അധ്യായത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദായുടെ അന്ത്യം പറയുന്നുണ്ട്. പിന്നീട് 12-ാം അധ്യായത്തിൽ യാക്കോബ് അപ്പോസ്തലന്റെ മരണവും. 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിനെ കൊന്നത് നാം പഠിച്ചുവല്ലോ. സ്തേഫാനോസ് 12 അപ്പോസ്തലന്മാരിൽ ഒരുവനല്ലായിരുന്നു, മറിച്ച് മേശമേൽ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട 7 പേരിൽ ഒരുവനായിരുന്നു. ആരാണ് ഈ ഹെരോദ രാജാവ്? അദ്ദേഹം എന്തിനാണ് സഭയിൽ പീഡനം അഴിച്ചുവിട്ടത്? അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തുന്ന 4-ാമത്തെ പീഡനമാണിത്. ഇതിനു മുമ്പെല്ലാം ന്യായാധിപ സംഘവും യഹൂദന്മാരുമാണ് ക്രിസ്തീയ സഭയെ പീഡിപ്പിച്ചത്. യേശു ജനിച്ച കാലത്ത് ആൺകുഞ്ഞുങ്ങളെയെല്ലാം വധിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ച മഹാനായ ഹെരോദോവിൻ്റെ കൊച്ചുമകനാണ് ഈ ഹെരോദാവ്. പാലസ്തീൻ മുഴുവൻ ഭരിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഹെരോദാവിന് കൈസരിയയിൽ ഒരു രാജധാനി ഉണ്ടായിരുന്നു. പെസഹ പെരുന്നാൾ അടുത്തിരുന്നത് കൊണ്ട് ഈ കൊട്ടാരത്തിലെത്തുകയും യഹൂദന്മാരെ പ്രീതിപ്പെടുത്താനായി ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം അഴിച്ചുവിടുകയും ചെയ്തു അദ്ദേഹം. അപ്പോസ്തലന്മാരിൽ ഒരുവനായ യാക്കോബിനെ പിടിക്കുകയും വാൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു. ഈ ഹെരോദാവിൻ്റെ അമ്മയുടെ സഹോദരി ഭർത്താവായിരുന്ന ഹെരോദായിരുന്നു ആ ഹെരോദ് അന്തിപ്പാസ്. അദ്ദേഹമായിരുന്നു സ്നാപയോഹന്നാന്റെ തല ഛേദിച്ചത്. അതേ രീതിയിൽ തന്നെ ഇവിടെ യാക്കോബിൻ്റെയും തല വെട്ടുകയാണ് ചെയ്തത്. എന്തിന് യാക്കോബിനെ തിരഞ്ഞെടുത്തു? യാക്കോബിനെ പറ്റി കഴിഞ്ഞ 11 അധ്യായത്തിലും ഒന്നും തന്നെ പറയുന്നില്ല. അതിനർത്ഥം യാക്കോബ് വേണ്ട വിധത്തിൽ ദൈവവേലയിൽ പ്രയോജനപ്പെട്ടില്ല എന്നല്ല. ഗ്രന്ഥകാരൻ പത്രോസിനെയും പൗലോസിനെയും കേന്ദ്രീകരിച്ച് ആദിമ സഭാ ചരിത്രം എഴുതിയിരിക്കുന്നതിനാലാണ് മറ്റ് അപ്പോസ്തലന്മാരെ പറ്റി ഒന്നും പറയാതിരുന്നത് എന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവം തൻ്റെ ശിഷ്യനെ ഇപ്രകാരം മരണത്തിന് ഏൽപ്പിച്ചു എന്നത് നമുക്കെപ്പോഴും സംശയമുണ്ടാക്കാം. ഒരുവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനെപ്പറ്റി ഒരു പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട്. യേശു തന്നെ അതേപ്പറ്റി പ്രവചിച്ചിരുന്നത് നാം ആദ്യമേ കണ്ടു. ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ പാതയെ പിന്തുടരുവാൻ വിളിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലേക്കാണ് ഓരോ യഥാർത്ഥ ശിഷ്യനും നടന്നു നീങ്ങുന്നത്. തൻ്റെ മരണത്തിലൂടെ യാക്കോബ് മറ്റു ശിഷ്യന്മാരോട് അല്ലെങ്കിൽ മറ്റു വിശ്വാസികളോട് ഇപ്രകാരം പറയുകയാണ്: ഈ ലോകം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എന്നാൽ നമ്മുടെ അരുമനാഥൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസവും ആശ്രയവും രക്ഷയും എല്ലാം വാളിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി തീരുവാൻ യാക്കോബിനെ സഹായിച്ചു. യഹൂദ നിയമപ്രകാരം കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ മരിക്കേണ്ടിരുന്ന ഒരു വ്യക്തിയെ റോമൻ നിയമപ്രകാരം ഹെരോദ രാജാവ് കഴുത്തറുത്ത് കൊന്നു. ഇത് യഹൂദന്മാർക്ക് വളരെയധികം സന്തോഷം ഉളവാക്കി.
കാരണം ഭരണത്തിലിരിക്കുന്നവരും തങ്ങൾക്ക് അനുകൂലമാണ് എന്നവർ ചിന്തിച്ചു. ഇന്ന് പലരും ഈ ക്രിസ്തീയ ജനതയെ പീഡിപ്പിക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം തിരതള്ളും. ഇതോടുകൂടി ഈ മാർഗം അവസാനിച്ചു. എന്നാൽ യാക്കോബിന്റെ മരണം മറ്റു ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് കൂടുതൽ കരുത്തേകുകയാണ് ചെയ്തത്. പിന്നീട് പൗലോസ് തന്നെ പറയുന്നുണ്ട്, 2 തിമോത്തിയോസ് ലേഖനം 4 അധ്യായം 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തു. നോക്കിക്കേ, ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയാണ് മരണത്തെ സമീപിക്കുന്നത്. അത് വാളായാലും ക്രൂശ് മരണമായാലും അതിനെ സഹിപ്പാനുള്ള അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന വിധം വ്യത്യാസമാണ്. ലോകം വിധിയെഴുതി ക്രൂശിൽ യേശു തകർക്കപ്പെട്ടു, മരിച്ചു എന്ന്. എന്നാൽ അന്ധകാര ശക്തികൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുകയാണ് ചെയ്തത്. കാരണം ലോകത്തിന്റെ പാപപരിഹാരമായി യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ശത്രുവിന്റെ തലയാണ് തകർന്നത്. ഇവിടെ തൻ്റെ പ്രിയ ശിഷ്യനായ യാക്കോബ് വാൾ കൊണ്ട് കൊല്ലപ്പെട്ടപ്പോൾ ലോകം വിധിയെഴുതി അപ്പോസ്തലന്മാരിൽ ഒരുവൻ അല്ലെങ്കിൽ സ്ട്രോങ് ആയ ഒരുവൻ തകർന്നു എന്ന്. എന്നാൽ വാസ്തവത്തിൽ യേശുവിനെ പോലെ തന്നെ യാക്കോബ് എന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തപ്പോൾ വളരെ ഫലം കൊയ്തു. അനേക രക്തസാക്ഷികൾ യാക്കോബിന്റെ പുറകെ സഭയിലുണ്ടായി. ശത്രുവിന്റെ തലയെ തകർക്കുവാൻ, വിശ്വാസത്തിനു വേണ്ടി സഹിക്കാൻ, കഷ്ടത അനുഭവിക്കുവാൻ അനേകർ മുൻപിൽ വന്നു. ചിലരെ തൊടേണ്ടതിനാണ് ഹെരോദാവ് തീരുമാനിച്ചത്, എല്ലാവരെയുമല്ല. ആ ചിലരിൽ ഒരാൾ യാക്കോബും പത്രോസുമായിരുന്നു. ദൈവത്തിന്റെ ധീര പടയാളികൾ യുദ്ധത്തിനെപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാകും. ചിലർ മരണപ്പെട്ടേക്കാം. എന്നാൽ യുദ്ധം ജയിക്കുമ്പോൾ പട പൊരുതിയതിനേക്കാൾ കൂടുതൽ മാനം പടയിൽ പട്ടുപോയവർക്കാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.